ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് നമ്മളോടൊപ്പം ഇന്നുള്ളത് മലയാളികളുടെ പ്രിയ ഗായകൻ KG മാർക്കോസ് ആണ്. ഹാപ്പി ക്രിസ്മസ് സർ. സെയിം ടു യു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകളും ഒപ്പം നല്ല ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു. ഓക്കെ സർ. സർ, നമുക്ക് ബേസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സാറിൻ്റെ സംഗീത യാത്ര തുടങ്ങിയത് എങ്ങനെയായിരുന്നു? സംഗീത യാത്ര തുടങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സംഗീത കുടുംബം അല്ല എൻ്റേത്. കാരണം ഒരു 2-3 തലമുറയായിട്ട് ഡോക്ടർമാരായിരുന്നു എൻ്റെ കുടുംബത്തിൽ കൂടുതലും. അപ്പോൾ എൻ്റെ അപ്പൻ ഡോക്ടറായിരുന്നു, എൻ്റെ അപ്പൻ്റെ അപ്പൻ ഡോക്ടറായിരുന്നു, എൻ്റെ ഫാദറിൻ്റെ സഹോദരി ആയിരുന്നു. പിന്നെ അപ്പൻ്റെ അമ്മാവന്മാർ 2 പേര് ഡോക്ടർമാരായിരുന്നു. അതുപോലെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അനുജത്തി ഡോക്ടറായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു അടുത്ത ബ്ലഡ് റിലേഷനിൽ തന്നെ ഒരു 7 പേര് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാലം ഒരു 45-50 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് കലാരംഗത്തേക്ക് കടന്നു വരാൻ പറ്റിയ ഒരു കാലമായിരുന്നില്ല. പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യൻ കുടുംബം എന്ന നിലയിൽ അങ്ങനെ അധികം സംഗീതത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാലമല്ല. പക്ഷേ എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ അപ്പൻ്റെ അമ്മ അത്യാവശ്യം നന്നായി പാടുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി അന്ന് ബ്രിട്ടീഷ് ഭരണകാലമാണ്, 1940 കാലഘട്ടം എന്നൊക്കെ പറയുമ്പം ബ്രിട്ടീഷ് ഭരണകാലമാണ്. അപ്പോൾ അന്ന് ഈ മറ്റേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ ഇവിടെ വന്ന് അതിൻ്റെ ഒരു തുടക്കം. അപ്പം ഈ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗക്കാരായിരുന്നല്ലോ ഈ ഇംഗ്ലീഷുകാരെന്ന് പറയുന്നത്. ഇവിടുത്തെ പോലെ യാക്കോബായ, ഓർത്തഡോക്സ്, CSI അങ്ങനെ ഉള്ള ഒരു ഇതല്ല, പ്രൊട്ടസ്റ്റൻ്റ് എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ അത് CSI ആയിട്ടാണ് ബന്ധം. അപ്പം അന്ന് ഈ CSI അതിപ്പോഴും മിക്ക CSI പള്ളികളിലും പോയാൽ നമുക്ക് കാണാം. കൊയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇന്നിപ്പോൾ എല്ലാ പള്ളികളിലും, കത്തോലിക്ക പള്ളികളിലും ഓർത്തഡോക്സ് പള്ളിയിലും ഒക്കെ കൊയർ ആയിട്ടുണ്ട്. പക്ഷെ അത് കൊയർ എന്ന് പറയുന്ന അവരൊരു കുർബാനയുടെ ഇടയിൽ നടക്കുന്ന ഒരു ഗാന ശുശ്രൂഷ പോലെ ഉള്ളൂ, മറ്റേ അതല്ല. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ കേട്ടാൽ അറിയാം, അതിൻ്റെ മെലഡി പാടുമ്പം അതിൻ്റെ ബേസ് പാടും, അതിൻ്റെ ടോപ്പിലുള്ള വെർഷൻ പാടും. ഒരു 3 ഒക്ടേവ്സിലെങ്കിലും അത് പാടും. ചിലത് 4-5 വരെയൊക്കെ പാടുന്നവരുണ്ട്. അപ്പോൾ ഈ 3 സാധാരണയാണ്. ഇപ്പോൾ ഒരു മെലഡി പാടുമ്പോൾ അതിൻ്റെ ബേസിലുള്ള ഓ ഓ ഓ എന്നുള്ള ആ ഒരു ശബ്ദത്തിൽ പാടും, അതിൻ്റെ ടോപ്പിലും പാടും. അപ്പോൾ അങ്ങനെ ആണ് ഈ CSI പള്ളികളിലെ പാട്ടുകളുടെ ഒരു കൺസ്ട്രക്ഷൻ. അപ്പോൾ അന്ന് എൻ്റെ ഗ്രാൻഡ് മദർ ഈ കൊയറിൽ മെമ്പറായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇതിലേതാണ് പാടിയിരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ശൈലി എങ്ങനെയാണ് പാടേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ശൈലിയിലെ ഏകദേശ രൂപമൊക്കെ പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ എൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററിനെ, പുള്ളിക്കാരിയും ഡോക്ടറായിരുന്നു, പക്ഷെ ചെറിയ പ്രായത്തിൽ സംഗീതം കുറേ പഠിപ്പിച്ചതായി എൻ്റെ രേഖ എന്ന് പറഞ്ഞാൽ കുറേ ബുക്കുകൾ എനിക്ക് കിട്ടി. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇത് ആര് പഠിച്ചതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഫാദറിനേക്കാളും മൂത്ത 2-3 വയസ്സിന്. അപ്പോൾ അത് പെങ്ങൾ പഠിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പം സരളി വരിശകൾ തൊട്ടുള്ള പാഠങ്ങൾ അതിനകത്തുണ്ട്. ഗീതം, അലങ്കാരം, വർണ്ണം, കീർത്തനം, ഇങ്ങനെ എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ പഠിച്ച ഒരു രേഖ കിട്ടി. അപ്പോൾ മനസ്സിലായി എന്തോ സംഗീതവുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇത് നമ്മൾ അറിയുന്നില്ല, ഇത് ഉള്ളിലിങ്ങനെ കിടപ്പുണ്ട്. അപ്പം എൻ്റെ ചെറിയ പ്രായത്തിൽ, ഞാൻ ജനിച്ചു വളർന്നത് ആദ്യത്തെ ഒരു 10 വർഷം തിരുവനന്തപുരത്താണ്. അന്ന് എൻ്റെ ഫാദർ 1951 മറ്റോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന കാലത്ത് കയറിയ ആദ്യത്തെ ഡോക്ടർമാരിൽ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഫാദർ തിരുവനന്തപുരത്തുള്ള സമയത്ത് ഞങ്ങൾ കേശവദാസപുരത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ എനിക്കന്നേരം ഒരു 8 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ തിയേറ്ററിൽ നിന്നുള്ള പാട്ടുകൾ ഡെയിലി ഞാൻ 3 നേരം കേൾക്കും. അതായത് ഉച്ചയ്ക്ക് മാറ്റിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ, ഈ 3 നേരം ഈ തിയേറ്ററിൻ്റെ മേലെ 2 കോളാമ്പി പോലത്തെ 2 സാധനം വെച്ചിട്ട് പാട്ട് വെക്കും ആളെ പിടിക്കാൻ. അപ്പം ഇതിങ്ങനെ കേട്ട് അന്നത്തെ കാലത്തെ പാട്ടുകൾ, ശകുന്തളയിലെ പാട്ട്, കായംകുളം കൊച്ചുണ്ണി, പിന്നെ ഭാര്യ, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളിലെ പാട്ടുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ അന്ന് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം പാടാൻ നോക്കും.
ഈ കുയിലിനെ നമ്മൾ ഇപ്പോൾ കുയിൽ കൂവുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കൂന്ന് കൂവുക, അത് പിന്നെയും കൂവില്ല എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒപ്പം പാടി 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 അതൊരു ശീലമായി. അങ്ങനെ ഫാദർ അവിടെ, അപ്പോൾ ഞാൻ 5ാം ക്ലാസ് വരെയാണ് അവിടെ പഠിച്ചത്. 5ാം ക്ലാസ്സിൽ അവിടെ നിന്ന് ഫാദറിന് ട്രാൻസ്ഫറായി. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ആലപ്പുഴയ്ക്ക് പോയി. അങ്ങനെ ആലപ്പുഴ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പാട്ടുള്ളിലുണ്ട്, പക്ഷെ അത് എവിടെയും പ്രകടിപ്പിക്കാനോ ഒന്നുമുള്ള അവസരവും സന്ദർഭമൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിലെ കല്യാണങ്ങൾക്കൊക്കെ അന്നൊക്കെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് പന്തലിടുന്നത്, ഇന്നത്തെ പോലെ ഉള്ള ഒരു ശൈലിയല്ല. അപ്പോൾ 2-3 ദിവസം മുമ്പേ അവിടെ അരിയൽ, വറക്കൽ, പൊരിക്കലൊക്കെ കാണും. അപ്പോൾ ഈ കുടുംബത്തിലെ സ്ത്രീകളെല്ലാം കൂടെ ഇരുന്ന് അരിയേയും വെടി പറയും ഒക്കെ നടത്തുമ്പം ഞാൻ പയ്യനാണല്ലോ, 10-12 വയസ്സേ ഉള്ളൂ. ഞാൻ എൻ്റെ നടുക്ക് കയറിയിരിക്കും, ഞാൻ പാടിക്കൊടുക്കും. ഇവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ മൊത്തം അവർ പറയുന്ന പാട്ടുകളൊക്കെ ഇരുന്ന് പാടുക എന്നുള്ളതാണ് എൻ്റെ പണി. അതായിരുന്നു ആദ്യകാലങ്ങളിലെ എൻ്റെ വേദികൾ. അത് കഴിഞ്ഞ് പിന്നെ 5ാം ക്ലാസ്സിൽ ആലപ്പുഴ വന്ന് ചേരുമ്പം എൻ്റെ കൂടെ പഠിച്ച 2-3 പേര് ഇന്ന് വളരെ പ്രശസ്തരാണ് സിനിമാ ലോകത്ത് തന്നെ. അതായത് നവോദയ അപ്പച്ചൻ്റെ മകൻ, മൂത്ത മകൻ ജിജോ പുന്നൂസ്, അയാൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്. എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങളൊരു 3-4 ബെഞ്ച് പുറകില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഒപ്പം ഇരുന്ന് പഠിച്ചവനാണ് പിന്നീട് വളരെ പ്രശസ്തനായ പ്രൊഡ്യൂസറായത് വാളക്കുഴി ഫിലിംസിൻ്റെ ഔസേപ്പച്ചൻ. ഞാനും ഔസേപ്പച്ചനും അടുത്തടുത്തിരുന്ന് പഠിച്ചതാണ്. അപ്പോൾ അയാളുടെ 3-4 പടങ്ങൾ ഭയങ്കര ഹിറ്റാണ്. മാന്നാർ മത്തായി സ്പീക്കിങ്, മറ്റേ ആദ്യം എടുത്ത പടങ്ങളെല്ലാം നോക്കത്ത ദൂരത്ത് കണ്ടു നട്ട്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പടമാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് അവരുമായിട്ടൊരു ബന്ധമായി. എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ പഠിച്ചതാണ് സിബി മലയിൽ, ഒരു 2 ക്ലാസ് മേലെ. അപ്പോൾ അങ്ങനെ കുറേ പേരെ അവിടെ വെച്ച് സ്കൂളിൽ വെച്ച് ബന്ധങ്ങളായി. പക്ഷെ അത് പിന്നീട് സിനിമയിൽ വരുമെന്നൊന്നും നമുക്കന്ന് അറിയില്ല. പക്ഷേ ഇവർക്കൊക്കെ ആ ഒരു കല ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് ക്ലാസ്സിൽ നിർബന്ധിച്ച് പാടിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഫ്രീ അവർ ഉണ്ടെങ്കിൽ സാറ് വന്ന് ചോദിക്കും, ആരെങ്കിലും പാടാമോ, കഥ പറയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാറേ ഇവൻ പാടുമെന്നും പറഞ്ഞിട്ട് എന്നെ കയറ്റി വിടുമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു ജോർജ് സെർ ജോർജ്, അങ്ങനെ കുറച്ച് പേര് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ 9ാം ക്ലാസ് വരെ അങ്ങനെ പോയി. 9ാം ക്ലാസ് ആയപ്പോഴത്തേക്കും 9ാം ക്ലാസ് പകുതിയായി, ഏതാണ്ട് ഒരു 5 വർഷം ആലപ്പുഴ പഠിച്ചു. 72 ഫാദർ അവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് ട്രാൻസ്ഫറായി കൊല്ലത്ത് വരുന്നു. കൊല്ലത്ത് വന്ന് ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ നൈബർ തൊട്ടപ്പുറത്തെ വീട്ടിൽ പയ്യനും എൻ്റെ കൂടെ പഠിക്കുന്ന, അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്ന് താമസമാക്കി ഒരു മാസമൊക്കെ ആവുന്നുള്ളൂ. അപ്പം ഒരു ദിവസം അവൻ പറഞ്ഞു, എടാ നാളെ ദാസങ്ങൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ദാസങ്ങളും? അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14-15 വയസ്സേ ഉള്ളൂ. സിനിമയിലൊക്കെ പാടുന്ന യേശുദാസില്ലേ, നാളെ വരും എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതൊരു സുധാകരൻ എന്ന് പറഞ്ഞ കൊല്ലത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു. അപ്പോൾ അദ്ദേഹം PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു. അപ്പോൾ അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ നൈബർ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ദാസേട്ടനെ 72 ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് സുധാകരൻ ചേട്ടൻ്റെ വീട്ടിൽ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ എനിക്ക് 15 വയസ്സ്, അദ്ദേഹത്തിന് എന്നേക്കാൾ 17 വയസ്സ് മൂപ്പാണ്. അപ്പം 32-33 ആയിരിക്കും. അപ്പോൾ എന്നെ വിളിച്ചിരുത്തി പാടിച്ചു 3-4 പാട്ട്, പല റേഞ്ചിലുള്ള 3-4 പാട്ട് പാടിച്ചു. അപ്പോൾ അന്നും പ്രായത്തിൽ കവിഞ്ഞൊരു ഗാംഭീര്യം എൻ്റെ ശബ്ദത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ശബ്ദമൊക്കെ കൊള്ളാം, പക്ഷേ സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. അപ്പോൾ പറഞ്ഞു, അല്ല ഇതിനകത്ത് വരണമെന്ന് ഉണ്ടെങ്കിൽ അത്യാവശ്യം സംഗീതം പഠിക്കണം, അത്യാവശ്യം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ആദ്യത്തെ ഉപദേശം അതായിരുന്നു. അപ്പോൾ അന്ന് മുതൽ തീരുമാനിച്ചു പാട്ട് പഠിച്ച് കളയാം. അതുവരെ പാട്ട് പഠിച്ചിട്ടില്ല. അപ്പം പരീക്ഷ വരിക, SSLC പരീക്ഷയൊക്കെ വരുവാണ്. അങ്ങനെ ഞാൻ SSLC കഴിഞ്ഞു. പ്രീ ഡിഗ്രിക്ക് അപ്പം അച്ഛൻ ഡോക്ടറാണ്, മുത്തച്ഛൻ ഡോക്ടറാണ്. അപ്പം സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പക്ഷേ ഈ പാട്ടിങ്ങനെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദാസേട്ടൻ വരും, കാണും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗാനമേളയ്ക്കൊക്കെ ഇങ്ങനെ കൂടെ പോവും. അപ്പോൾ അതൊരു വലിയ ക്രേസായിട്ട് മാറി. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ പ്രീ ഡിഗ്രി കൊണ്ടുവന്ന് തൊലച്ചു. അതോടുകൂടി ഡോക്ടർ മോഹം
അവിടെ അവസാനിപ്പിച്ചു. പിന്നെ ഡിഗ്രിക്ക് ഞാൻ കോമേഴ്സ് ആയിരുന്നു. അങ്ങനെ കോമേഴ്സ് എടുത്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് സംഗീതം പഠിച്ചേ പറ്റൂ. അങ്ങനെയാണ് മനസ്സില്ലാ മനസ്സോടെ സംഗീതം പഠിക്കുന്നത്. അതും വീട്ടിൽ ഒരു സാറ് വന്നിരുന്ന് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കച്ചേരിക്കൊക്കെ പോകുന്ന ആളാണ്. അദ്ദേഹത്തിന് കച്ചേരി ഉള്ളപ്പോൾ എനിക്ക് പറ്റത്തില്ല. എനിക്ക് എന്നാലും ഞാൻ അപ്പനറിയാതെ ഗാനമേളയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. 10-18 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും പതുക്കെ അവിടുത്തെ ലോക്കൽ ട്രൂപ്പിലൊക്കെ പാടാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ സംഗീതം പിന്നെ അങ്ങ് തീരുമാനിച്ചു, ഇതിലേക്ക് അങ്ങ് ഇറങ്ങാം. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ സംഗീതമായിട്ടങ്ങ് ഇറങ്ങി. അതാണ് സംഗീത ഒരു പാരമ്പര്യം. പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ആ സമയം കൊണ്ട് തന്നെ ഒരു അത്യാവശ്യം പേരായി. കൊല്ലത്തിങ്ങനെ ഒരു പാട്ടുകാരനുണ്ട്, അത്യാവശ്യം നന്നായിട്ട് പാടും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കാസർഗോഡ് വരെ, അന്ന് വാമൊഴിയാണ്. അപ്പോൾ അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് പെട്ടെന്ന് കൊല്ലത്തൊരു പാട്ടുകാരനുണ്ട് ഇങ്ങനെ യേശുദാസിനെ പോലെ പാടും. അങ്ങനെയാണ് പെട്ടെന്ന് അങ്ങ് കയറി. ഒരു 3 വർഷം കൊണ്ട്, അപ്പോൾ 78 ഞാൻ എൻ്റെ സ്വന്തം പേരിൽ, അപ്പന് പിന്നെ ഈ പറഞ്ഞ പോലെ ഗാനമേള ട്രൂപ്പുകളിൽ നടന്ന് പാടുന്നൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ സ്വന്തം പേരിൽ KG മാർക്കോസ് ആൻഡ് പാർട്ടി എന്ന് പറഞ്ഞ് പ്രോഗ്രാം പിടിച്ചിട്ട് അതിന് നമ്മളൊരു ഓർക്കസ്ട്ര എവിടെന്നെങ്കിലും ഹയർ ചെയ്ത് ആ ഓർക്കസ്ട്ര ആയിട്ട് പോയാണ് ഗാനമേള നടത്തിയിരുന്നത്. അങ്ങനെ 78 സ്വന്തമായിട്ട് എൻ്റെ പേരിൽ KG മാർക്കോസ് ആൻഡ് പാർട്ടി എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ആരംഭിച്ചു. 81 ഞാൻ ആദ്യത്തെ സിനിമയിൽ കേൾക്കാത്ത ശബ്ദം എന്ന സിനിമയിൽ പാടി. പിന്നെ അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ രതിലയം, കൂലി, സ്രാവ്, ഭൂകമ്പം, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് സിനിമകൾ കിട്ടി. അങ്ങനെ അങ്ങ് പിന്നെ സിനിമയിലോട്ടുള്ളൊരു വഴി തുറന്നു വരികയായിരുന്നു. ഓക്കെ സർ. ആൻഡ് സാർ, ഇപ്പോൾ ഒരു ക്രിസ്മസ് കാലഘട്ടമാണല്ലോ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു ഒത്തുചേരലിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ സമയമാണ്. സാറിന്റെ കുട്ടിക്കാലത്തെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയായിരുന്നു ആഘോഷം? ഇന്നത്തെ പോലെ ഒരു അടിപൊളി, ഇന്നിപ്പോൾ എന്താ അടിപൊളി വൈബ് എന്നൊക്കെ പറയും, അങ്ങനെ വൈബൊന്നുമുള്ള ഒരു കാലഘട്ടമൊന്നും അല്ലായിരുന്നു അന്നത്തെ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ. എൻ്റെയൊക്കെ ഓർമ്മയിൽ ആഘോഷമാണ്. കാരണം അന്നത്തെ വീടുകളിലൊക്കെ ഇത്രയും സുഭിക്ഷതയില്ല. 70കൾക്ക് ശേഷമാണ് ഈ ഗൾഫ് മണി ഇന്ത്യയിലേക്ക് അല്ലെ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലുള്ള പുതിയ പുതിയ ആഘോഷങ്ങളും രീതികളും ഒക്കെ വന്നത്. അപ്പോൾ അതിന് മുമ്പത്തെ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചകളിലാണ് ഒരുവിധം കൊള്ളാവുന്ന വീടുകളിലൊക്കെ ഈ ഇറച്ചി വാങ്ങിക്കുന്ന ഒരു ശീലം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്, അല്ലെ ഞായറാഴ്ച. പിന്നെ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോഴാണ് ചിക്കൻ. അന്ന് ചിക്കൻ എന്നൊന്നും അല്ലല്ലോ, കോഴി. കാരണം എല്ലാ വീടുകളിലും ഒരു കോഴിക്കൂട് കാണും. അപ്പോൾ അതിനകത്തുള്ള പൂവനെ പിടിക്കുക, അതിൻ്റെ പുറകെ ഓടുക, ഇതൊക്കെയായിരുന്നു അന്ന് ചെറിയ പ്രായത്തിലെ ക്രിസ്മസ് ഒക്കെ. ക്രിസ്മസ് വരുമ്പോൾ ഒരു പൂവനെ കൊല്ലും. അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ ക്രിസ്മസ്. പിന്നെ ഈ ക്രിസ്മസ് വരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകൾ. ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും വിഭവസമൃദ്ധമായ ആഹാരം, നമ്മൾ ഇവിടുന്ന് കേക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അന്ന് ഇന്നത്തെ പോലെ കേക്കൊന്നും കിട്ടത്തില്ല, വീട്ടിൽ തന്നെ ഇട്ട് കൊണ്ടുപോകുന്ന കേക്കുകളാണ്. അപ്പോൾ വീട്ടിൽ കേക്ക് ഇടുമ്പോഴേ നമ്മൾ നോക്കിയിരിക്കും ഇത് എപ്പോൾ റെഡിയാവും. കാരണം അമ്മ അങ്ങോട്ട് മാറുന്ന സമയത്ത് ഒരു പച്ചീർക്കിൽ കൊണ്ടൊന്ന് കുത്തിയിറക്കി നോക്കും. എന്നിട്ട് അത് ഊരിയെടുക്കുമ്പം അതിലൊന്നും പറ്റുന്നില്ലെങ്കിൽ വെന്തു, അതിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഊരി. അപ്പം അങ്ങനത്തെ ക്രിസ്മസ് ഒക്കെ ആയിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നെ ഇന്നത്തെ പോലെ കൊയറൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ വീടുകളിൽ പിള്ളേർ രാത്രിയിൽ പാട്ടൊക്കെ പാടി വരുമായിരുന്നു, പള്ളിയിൽ നിന്നും വരുമായിരുന്നു. പിന്നീട് അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാനുമൊക്കെ ഇങ്ങനെ കൊയറിന് വേണ്ടിയിട്ടൊക്കെ പോകാൻ തുടങ്ങിയത്. അതും അങ്ങനെ ഒരുപാട് പോയിട്ടില്ല. കാരണം ഞാൻ പറയില്ല, അപ്പൻ അങ്ങനത്തെ ഇങ്ങനെ നടക്കുന്നതിലൊന്നും വലിയ താല്പര്യമുള്ള ഒരാളല്ലായിരുന്നു. മര്യാദയ്ക്ക് ജീവിക്കുക എന്നുള്ളതേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാലമായിരുന്നു ആ കാലം. അത് കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം സിനിമയിലൊക്കെ വന്ന് പേരൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആഘോഷങ്ങൾ കൂടുതലായിട്ട് വന്നു. കൂടാതെ ഇപ്പോൾ ഈ ബേക്കറികളിലൊക്കെ, ഇപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വലിയ മുട്ടായി എന്ന് പറയുന്നത് പാരീസ് എന്ന് പറഞ്ഞൊരു മുട്ടായിയാണ്. ഒരു പച്ച പേപ്പറിൽ പാരീസ് എന്ന് എഴുതിയ ഒരു മുട്ടായി. അതായിരുന്നു മിക്ക കടകളിലും നമ്മൾ പോയാൽ ഒരു കുപ്പിയിലിട്ട് വെച്ചേക്കും. ഇന്നത്തെ പോലെ ചോക്ലേറ്റ് എന്ന് വന്ന് കിട്ടുന്ന ഒരു കാലമല്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബേക്കറികളിലൊക്കെ നമുക്ക് സ്പഞ്ച്, കേക്കുകൾ ഒക്കെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ആണ് ഇന്നത്തെ പോലുള്ള ഒരു രീതിയൊക്കെ ആയി വരുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഞാനും അത്യാവശ്യം പേരൊക്കെ ആയി. അപ്പോൾ കൂടുതൽ വർക്കുകൾ കിട്ടാൻ തുടങ്ങി. ക്രിസ്മസ് ആ ഒരു സമയത്താണ് സീസൺ ആരംഭിക്കുന്നത്. ഓണം കഴിയുമ്പം ഇതിൻ്റെ ഉത്സവ സീസൺ ആരംഭിക്കും. അപ്പോൾ ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ സെപ്റ്റംബറിലാണോ ഓണമെങ്കിൽ സെപ്റ്റംബറിൽ തന്നെ ആയിരിക്കില്ല, അത് ഒക്ടോബറിലോ നവംബർ വരെയൊക്കെ പോകും. അപ്പം നമ്മൾ യാത്രകളായിരിക്കും.
അപ്പം ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്ക. അത് കഴിഞ്ഞ് ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഈ ഓണത്തിൻ്റെ ആലസ്യം കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ ക്രിസ്മസിൻ്റെ ഇത് തുടങ്ങും. അപ്പോഴൊക്കെ പിന്നെ നമ്മൾ യാത്രകളായി, പരിപാടികളായി, അങ്ങനെ പിന്നെ അങ്ങോട്ട് തിരക്കായി. അതിൻ്റെ ഒരു ആലസ്യത്തിൽ അങ്ങനെ നടന്നു കുറേ നാൾ. പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, അപ്പോൾ പിന്നെ അവരുടെ കൂടെ എന്നുള്ള ജീവിതമായി. അങ്ങനെയൊക്കെയാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ ക്രിസ്മസിനെ കുറിച്ച് സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഡിവോഷണൽ സോങ്സിന്റെ കൂടെ ഒരു സമയമാണ് ക്രിസ്മസ് കാലഘട്ടം, സംഗീതത്തിന്റെ സമയമാണ്. അപ്പോൾ സാർ മുൻപ് കരോളിൽ പാടുക അല്ലെങ്കിൽ ചർച്ച് കൊയറിലൊക്കെ പാടുകയൊക്കെ ചെയ്യുമായിരുന്നോ? ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ചർച്ച് കൊയർ, ഞാൻ ഓർത്തഡോക്സ് വിഭാഗത്തിലാണ്. അപ്പം ഞങ്ങളുടെ പള്ളികളിൽ അങ്ങനെ ചർച്ച് കൊയറായിട്ടുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ. ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ല, പള്ളികളിൽ ആരാധനയ്ക്ക് കൊയറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അന്നും CSI പള്ളികളിൽ ഈ ക്രിസ്മസിൻ്റെ സീസണിൽ പ്രത്യേക പാട്ടുകളും അതിന് പ്രത്യേക, ഞാൻ പറയില്ലേ, 3 ഒക്ടേവ്സിൽ പാടുന്ന ഒരു രീതിയാണ് അവിടെ അവലംബിച്ചിരുന്നത്. അപ്പോൾ അത് കേൾക്കാൻ പോകുമായിരുന്നു. പിന്നെ അത്യാവശ്യം ചില സമയത്ത് കൂടെയൊക്കെ പാടി നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, നമ്മുടേതായ ഒരു പേര് ഒക്കെ ആക്കി കഴിഞ്ഞ് ഞാൻ തന്നെ 82 മുതൽ ക്രിസ്തീയ ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് ക്രിസ്മസ് പാട്ടുകൾ ഞാൻ പാടിയത് ഉണ്ട്. അതിലേറ്റവും പ്രശസ്തമായ ഒരു പാട്ടെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, കഴിഞ്ഞ് 25 വർഷം ആവുന്നു, 2000 പാടിയതാണ്, ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം. അതിൽ അത് യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടം 12 വരിയിൽ ആണ് എഴുതി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഭാഗം 2 വരി ആദ്യത്തെ പല്ലവിയിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം, ഇങ്ങനെ ഒരു വരി വരുന്നുണ്ട്. അപ്പോൾ അത് യേശുവിൻ്റെ പിറവിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു എന്താ പറയുക വരിയാണ്. അപ്പോൾ അത് ഇന്നും ഈ 25ാമത്തെ വർഷത്തിലും വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് പാട്ടുകൾ, ഇപ്പം പ്രത്യേകിച്ചും ഇപ്പം യേശുദാസിൻ്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ വേദിയിൽ അന്നും ഇന്നും ഒരുപോലെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ മറ്റേ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. അപ്പോൾ ഈ പാട്ടൊക്കെ അന്നും ഇന്നും വളരെ സജീവമായിട്ട് വേദികളിൽ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇസ്രായേൽ നാഥൻ ആ ഒരു പാട്ടില്ലാതെ ഒരു ക്രിസ്മസ് കാലഘട്ടം കടന്നു പോകില്ല എന്ന് തന്നെ പറയാം. അപ്പൊ ആ പാട്ട് പാടിയപ്പോ അല്ലെങ്കിൽ ചെയ്തിരുന്ന സമയത്ത് ഇത്രയധികം ജനപ്രീതി ലഭിക്കുമെന്ന് സാറ് ചിന്തിച്ചു? ഒരിക്കലും അങ്ങനെ വിചാരിച്ചിരുന്നില്ല. കാരണം ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നും ഇപ്പൊ 25 വർഷമായെങ്കിലും ആ പാട്ടിന്റെ ഒരു മഹത്വം, ഞാൻ പാടിയതുകൊണ്ടല്ല, വളരെ എന്താ പറയുക, ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു പാട്ടാണ്. 25 വർഷമായിട്ടും എല്ലാവർക്കും, അതായത് പ്രായഭേദമന്യേ, ഭാഷാഭേദമന്യേ, ജാതിഭേദമന്യേ എല്ലാ കൊച്ചുകുട്ടികൾ മുതൽ പാടുന്നൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 4 വരി പാടാം. ഇസ്രായേലിൻ നാഥനായി വാഴുമേകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം, ആബപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ, ആബപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കായി മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി
ഇരുളിൽ സ്നേഹനാളമായി സീനായി മാമലമുകളിൽ നീ നീതിപ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കായി മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായി മാമലമുകളിൽ നീ നീതിപ്രമാണങ്ങൾ പകർന്നേകി. അബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴ് ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. ബ്യൂട്ടിഫുൾ സർ. ആൻഡ് സാറിന്റെ യഹൂദിയായിലെ പാട്ട് അതുകൂടെ രണ്ടുപേരും. ഓ തീർച്ചയായിട്ടും, പിന്നെന്താ. ഇതും ഇന്നും വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ്. എല്ലാ വേദിയിലും എന്നെ കൊണ്ട് പാടിക്കുന്ന ഒരു പാട്ടാണ്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നോ രജപാലകർ. ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ. വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടു തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മനോഹരം സർ. ആൻഡ് സർ 90s കാലഘട്ടത്തിലൊക്കെ പാട്ട് ആസ്വാദനത്തിന്റെ പ്രധാന മാർഗം കാസറ്റുകളൊക്കെ ആയിരുന്നു. പിന്നീട് ഇന്റർനെറ്റിന്റെ വരവോടുകൂടി അതിലൊക്കെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ ആളുകളിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ സാറിന്? തീർച്ചയായിട്ടും ഒരു പരിധി വരെ അത് സത്യവുമാണ്. കാരണം എല്ലാവർക്കും ഇന്റർനെറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ഇപ്പം എൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹിതരെന്ന് പറയുന്ന ചില ആൾക്കാർ പോലും ചേട്ടാ പുതിയ പാട്ടൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഞാൻ ചിലപ്പോൾ അതിശയിക്കാറുണ്ട്. കാരണം നമ്മളെല്ലാ ആഴ്ചയിലും 2-3 പാട്ടൊക്കെ വെച്ച് പാടി അത് യൂട്യൂബിലൊക്കെ വരുന്നതാണ്. പിന്നെ എല്ലാ പാട്ടുകളും യൂട്യൂബിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ പാട്ടുകളും ഇല്ല. അതും അവർ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കുകയുള്ളൂ. പക്ഷേ 80കളുടെ തുടക്കത്തിലാണ്, അതായത് 78 തരംഗിണി ആരംഭിച്ചതിന് ശേഷമാണ് കാസറ്റ് യുഗം വരുന്നത്. അങ്ങനെ 82 ഞാൻ ആദ്യമായിട്ടുള്ള പ്രൈവറ്റ് കാസറ്റ് കമ്പനി അന്ന് വരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 82 ഞാനായിട്ടാണ് ആദ്യത്തെ ഒരു കാസറ്റ് കമ്പനിയിൽ പ്രൈവറ്റായിട്ട് പാടി തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ പടപടാന്ന് കുറച്ച് കാസറ്റ് കമ്പനികൾ വന്നു. അന്ന് കാസറ്റായിരുന്നു. ആദ്യമൊക്കെ ഒരു വർഷത്തിൽ ഒരു 10 പ്രോഗ്രാം പോലും ഉണ്ടായിരുന്നില്ല. ഒരു വർഷത്തിൽ മാസത്തിൽ ഒരു പ്രോഗ്രാം പോലും നമുക്ക് ഒരു മാസത്തിൽ കിട്ടിയിരുന്നില്ല ആദ്യകാലങ്ങളിലൊക്കെ. ഒരു ഓണം, 1-2 ക്രിസ്ത്യൻ, അതുപോലെ 1-2 മാപ്പിളപ്പാട്ട്, പിന്നെ ക്രിസ്മസിന് ഇറങ്ങുന്ന ഒരു 2-3 വർക്കുകൾ, അങ്ങനെ ഒരു എല്ലാം കൂടെ ഒരു 8-10 പാട്ടുകളെ എനിക്ക് തോന്നുന്നുണ്ടോ ഒരു വർഷത്തിൽ ഇറങ്ങിയിരുന്നത് ആദ്യം. അത് കഴിഞ്ഞ് ഇതൊരു വലിയൊരു ഇൻഡസ്ട്രി പോലെ മാറി. ഈ കാസറ്റ് ഇൻഡസ്ട്രി പോലെ മാറി. ഒരു 82-85 കാലമായിട്ട് ആയപ്പോഴത്തേക്കും ഒരു ആഴ്ചയിൽ 4-5 വർക്ക് വീതം വരാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം തന്നെ ഞാൻ 8-10 പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് ഒറ്റ ദിവസം തന്നെ. അതായത് അന്ന് ട്രാക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ലൈവായിട്ട് പാടി പോവാണ്. പിന്നെ ലൈവ് ആയിട്ട് തന്നെ ഓർക്കസ്ട്ര സഹിതം പാടിയിട്ടുമുണ്ട്. അത് ഒരു ദിവസം അന്നൊക്കെ കൃത്യം 9 to 9 എന്ന് പറയുന്ന കോൾ ഷീറ്റാണ്. അപ്പോൾ ഈ 9 to 9 കോൾ ഷീറ്റിൽ 5 പാട്ട് എടുക്കണം എന്നുള്ളതൊരു നിർബന്ധമായിരുന്നു. കാരണം അന്നത്തെ കാസറ്റ് എന്ന് പറയുമ്പോൾ 10 പാട്ട്, അതിൻ്റെ എ സൈഡും ബി സൈഡും, 5 പാട്ട് ഒരു സൈഡ്, 5 പാട്ട് മറ്റേ സൈഡ്. അപ്പം അത് 2 ദിവസത്തിൽ കൂടുതൽ പോയാൽ അവർക്ക് നഷ്ടമാണ്. പിന്നെ ഒരു ദിവസം മിക്സിംഗ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ 3 ദിവസമാണ് ഒരു വർക്കിന് വേണ്ടിയിട്ട് അന്നൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ 5 പാട്ട് വിത്ത് ഓർക്കസ്ട്ര നമ്മൾ പാടുമായിരുന്നു. പിന്നീട് അത് ട്രാക്ക് എടുത്തതിന് ശേഷം ചിലപ്പം ഇപ്പോൾ കോഴിക്കോടൊക്കെ ഉള്ള ചില പിന്നെ എഴുത്തുകാരും അതേപോലെ സംഗീത സംവിധായകരും ഒക്കെ ഉണ്ട്.
അവരൊരു കോൺട്രാക്റ്റ് പോലെയാണ് എടുക്കുക. ഇപ്പോൾ 20 പാട്ട് മാർക്കോസിനെ കൊണ്ട് പാടിക്കാം എന്നും പറഞ്ഞിട്ട് ഇത് 20 പാട്ടുമായിട്ട് വരും. ആ 20 പാട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി പാടും. 2 ദിവസം കൊണ്ട് നമ്മൾ പാടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം 10 പാട്ട് അല്ലെങ്കിൽ 12 പാട്ട് വരെയൊക്കെ പാടിയിട്ടുണ്ട്. അത് ഓർക്കസ്ട്ര എടുത്തു വെച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്, അത് പാടുന്നതാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 95 ഒക്കെ ആയപ്പോഴത്തേക്കും 80 മുതൽ ഒരു 15 വർഷം കാസറ്റിൻ്റെ ഒരു യുഗമായിരുന്നു. 95 ആയപ്പോഴത്തേക്കും എഡാറ്റ് എന്ന് പറഞ്ഞൊരു സാധനം വന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ മോഡിഫൈഡ് കാസറ്റിൻ്റെ ഒരു മോഡിഫൈഡ് ഇതായിരുന്നു. അതും റിബൺ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ എഡാറ്റിൽ വരുന്നത് കുറേ കൂടെ ക്ലാരിറ്റിയൊക്കെ കൂടുതൽ ഉള്ള ഒരു ടൈപ്പ് ഇതായിരുന്നു. ആ എഡാറ്റ് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് സി ഡി യുഗമായി. അപ്പോൾ സി ഡിയിൽ ആദ്യമൊക്കെ 10 പാട്ടൊക്കെ ആയിരുന്നു. ഒരു സി ഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ഒരു 10 പാട്ടിൻ്റെ ഒരു സി ഡി. അത് കഴിഞ്ഞാൽ 10 പാട്ട് 15 പാട്ടായി, പിന്നെ അത് 25 പാട്ടായി. അപ്പോൾ ആ സി ഡിക്കകത്തുള്ള സ്പേസിലാണ് ഈ 25 പാട്ട് കയറുന്നത്. പിന്നെ അത് 50 പാട്ടായി. കാരണം മലയാളിയുടെ ആസ്വാദനം പിന്നെ ഒരു സി ഡി വാങ്ങിച്ചാൽ അതിനകത്ത് 50 പാട്ട് വേണം. 10 പാട്ടായിരുന്നപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഈ 50 പാട്ടെന്ന് പറയുമ്പോൾ ഇടിച്ച് കയറ്റുകയാണ് 50 പാട്ട് ആ സി ഡിയിൽ, ആ സെയിം സി ഡിയിൽ. അപ്പോൾ ക്വാളിറ്റി പോയി. ചിലതൊക്കെ ഇങ്ങനെ കട്ടയായി പോയി, ചിലത് ക്വാളിറ്റി ഇല്ലാതെ പോയി, ശബ്ദം. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് 2010 ആയപ്പം സി ഡി കഴിഞ്ഞു. സി ഡി എന്ന് പറഞ്ഞ സാധനം ഇന്നിപ്പം നമുക്ക് കടയിൽ പോലും ചെന്ന് വാങ്ങിക്കാൻ കിട്ടത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പ്യൂട്ടർ യുഗമായി. അപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്കുള്ള ഗുണം എന്തായിരുന്നെന്ന് വെച്ചാൽ, പണ്ട് സ്റ്റുഡിയോയിൽ ഞങ്ങളൊക്കെ പാടി തുടങ്ങുന്ന സമയത്ത് 2 ട്രാക്ക് ആയിരുന്നു. പിന്നെ അത് 4 ട്രാക്കായി. ആ 4 ട്രാക്ക് പിന്നെ 8 ട്രാക്കായി. പിന്നെ അങ്ങോട്ട് കമ്പ്യൂട്ടറിൻ്റെ ഒരു യുഗം ആയപ്പോഴത്തേക്കും അത് 50 ട്രാക്ക്, 100 ട്രാക്ക്, 150 ട്രാക്കൊക്കെ ഇങ്ങനെ ട്രാക്കുകൾ എടുക്കാൻ എളുപ്പമായി കമ്പ്യൂട്ടറിൽ. അപ്പം ആൾക്കാരിങ്ങനെ ചെറിയ ഇൻസ്ട്രുമെൻ്റ് പോലും ഒരു ട്രാക്കിൽ അങ്ങ് ഇടുകയാണ്. അപ്പോൾ അത് പിന്നെ ഈ എൻജിനീയറുടെ ഒരു മിടുക്കാണ് അത് റെഡ്യൂസ് 2 ട്രാക്ക് ആക്കാൻ. അപ്പോൾ അതും പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് മടുത്തു തുടങ്ങി. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഓൺലൈനിലെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു റിസ്കി ജോബാണ്. എല്ലാവർക്കും പറ്റുന്ന ഒരു പണിയല്ല. അത് കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ നഷ്ടമായി. നമ്മൾ പാടുന്നത് തന്നെ എല്ലാവരിലും എത്തുന്നില്ല. മറ്റേത് കാസറ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ പാടിക്കഴിഞ്ഞാൽ ഈ കാസറ്റ് കമ്പനിക്കാർ തന്നെ അവർക്കത് മാക്സിമം വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പടവും മ്യൂസിക് ഡയറക്ടറുടെ പടവും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ച് പിന്നെ വലിയ സിനിമാ പോസ്റ്റർ പോലെ മതിലേ കൊണ്ട് ഒട്ടിക്കുമായിരുന്നു. അപ്പം നമ്മളൊക്കെ ഈ പറഞ്ഞാൽ മതിലയിൽ കാണും എപ്പോഴും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ആ മാർക്കോസ് ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട് പോസ്റ്ററിൽ. പിന്നെ ഇപ്പോൾ പോസ്റ്റർ ഇല്ല. അപ്പോൾ എവിടെ നോക്കിയാലും നമ്മളെ ഇന്നത്തെ ജനറേഷനെ അറിയത്തില്ല ആര് പാടി, ആരെഴുതി, ആര് സംഗീതം ചെയ്തു. അങ്ങനെ ഒരു കാലത്തിലേക്ക് നമ്മൾ പോയി. ഇപ്പോൾ ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഓൾ ഇന്ത്യ റേഡിയോ മാത്രമേ ഉള്ളൂ, ടി വി പോലും ഇല്ല. അപ്പോൾ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഇന്ന സിനിമയിൽ റബേക്ക എന്ന സിനിമയിൽ വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം ചെയ്ത് യേശുദാസ് പാടിയ ഇന്ന ഗാനം, അല്ലെങ്കിൽ സുശീലാമ്മ പാടിയ ഇന്ന ഗാനം, വാണിജ്യറാം പാടിയ ഇന്ന ഗാനം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിലിങ്ങനെ രജിസ്റ്റർ ആവുക. ഇന്ന പാട്ട് ഇന്നാര് പാടി യേശുദാസ്, സുശീല, ജയചന്ദ്രൻ, ഇങ്ങനെ. ഇന്നിപ്പോൾ നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ഇതാര് എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് കലാരംഗത്ത് വന്നിട്ടുണ്ട്. മൂല്യച്യുതി ഒരുപാട് വന്നിട്ടുണ്ട്. അതിലൊക്കെ ഉപരി ഒരു ക്വാളിറ്റി സിംഗിങ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഒരു പാട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ഡെപ്ത് മാത്രമല്ല, ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാസോ അതൊന്നുമല്ല, ആ പാട്ടിനകത്തുള്ള വികാരം. ഇപ്പോൾ യേശുദാസിൻ്റെ ഒരു കാലം എന്ന് പറയുമ്പോഴത്തേക്ക് ആ പാട്ടിനകത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ദേവരാജ മാഷിനെ പോലെയോ ദശാമൃത സ്വാമിയെ പോലെയോ ബാബുരാജ് മാസ്റ്ററിനെ പോലെയൊക്കെ ഉള്ള ആൾക്കാർ യേശുദാസിനെ തിരഞ്ഞെടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ജയചന്ദ്രന് ചില പ്രത്യേക പാട്ടുകൾ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അതിനകത്തെ വികാരം. ഇപ്പോൾ ജേട്ടനെ ഭാവഗായകൻ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ആ ഉച്ചാരണം, അതാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. മലയാളം തന്നെ വന്നിട്ട് പറഞ്ഞത് മലയാളം ആണോ എന്ന് നമുക്ക് സംശയം തോന്നും. അങ്ങനെയാണ്. അതുപോലെ ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, മിക്ക ചാനലുകളിൽ, വലിയ ചാനലുകളിൽ അവതാരകർ ഈ പദങ്ങൾ കട്ട് ചെയ്ത് പറയും. ഇപ്പം ആലപ്പുഴ എന്നുള്ളത് ആലപ്പുഴ എന്ന് തന്നെ പറയണം. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ഒരുപാട് പേരുടെ ഇത് കണ്ടിട്ടുണ്ട് പറയുന്നത്, പല ചാനലിലും ഇരുന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. അവർ ആയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് പുതിയ ജനറേഷൻ്റെ ഓരോരോ ശീലങ്ങളാണ്. മലയാളത്തിന്റെ ഭംഗി കളയാണ്. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ്.
പ്രൊജക്റ്റ്, ഇതെൻ്റെ അടുത്ത പ്രൊജക്റ്റ് എന്താണെന്ന്, പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ മുഴച്ച് നിൽക്കുക എന്നുള്ളതാണ്. പ്രൊജക്റ്റ് ചെയ്യുക, മുഴച്ച് കാണിക്കുക. പ്രോജക്റ്റ് എന്ന് പറയുന്നതും പ്രൊജക്റ്റ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ അതിന് വ്യത്യാസമുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത പ്രൊജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത പ്രൊജക്റ്റ്, ഞങ്ങളുടെ അടുത്ത മുഴച്ച് നിൽക്കുന്ന പ്രോജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എൻ്റെ അടുത്ത പ്രോജക്റ്റ് ഇതാണ്. അത് ഇതെല്ലാം ഈ വളരെ അഭ്യസ്ത വിദ്യരെന്ന് പറയുന്നവർ പോലും പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാണ് ഈ ജനറേഷൻ്റെ ഒരു വ്യത്യാസവും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. അവരുടെ ഇഷ്ടത്തിന് ഇപ്പം മുറിക്കുകയും നീട്ടുകയും കുറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ക്വാളിറ്റി അങ്ങോട്ട് മാറി, ഒരുപാട് വ്യത്യാസം വന്നു. ആ ഒരു ക്വാളിറ്റി സിംഗിങ് എന്ന് പറയുന്ന ആ ഒരു പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്. അപ്പം അങ്ങനെ ഒരു മൂല്യച്യുതിയുടെ ഒരു കാലമാണ്. അപ്പം പണ്ടൊക്കെ ഒരു പാട്ട് പാടുമ്പോൾ ആ പാട്ടിൻ്റെ അകത്തെ ഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത്ത്, വോയിസിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് ഇന്നും പലർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ്. അല്ലാതെ അത് യേശുദാസിൻ്റെ ശബ്ദം പോലെ ആവണമെന്നുള്ളതല്ല നമ്മൾ മീൻ ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ നോക്കുമ്പം യേശുദാസിൻ്റെ ആ ശബ്ദത്തിനകത്ത് കിട്ടുന്ന ഒരു ഡെപ്തും ആ വികാരവും ഒന്നും നമുക്ക് വേറൊരു സ്ഥലത്ത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം യേശുദാസുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം യേശുദാസിനെ വെച്ചിട്ടാണ് എല്ലാവരും ഒരു അളവുകോലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ഇന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ.